ഹായ് അസ്സാം വലൈക്കും. ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നമ്മളെ പുളിഞ്ചിക്കയില്ലേ, ഉണക്ക പുളിഞ്ചിക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ പുളിഞ്ചിക്ക എന്നാണ് കേട്ടോ പറയാറുള്ളത്. നമ്മളെ ഇരുമ്പമ്പുളിയാണ് ശരിക്കും. ഇരുമ്പമ്പുളി ഞാൻ കുറച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ മൂടുതലേക്ക് കട്ട് ചെയ്ത് 4ആയിട്ട് കീറിയതിന് ശേഷം നന്നായിട്ട് ഉപ്പിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് എങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് നോക്കാം. അച്ചാറിടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഞാനൊരു മൺചട്ടിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ചൂടാകുന്ന സമയത്ത് കടുവും ഉലുവായിട്ട് പൊട്ടിക്കുക. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് 2-3 വറ്റൽമുളക് കട്ട് ചെയ്തതും ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ അച്ചാർ പൊടി ചേർക്കാതെയാണ് കേട്ടോ ഈ അച്ചാർ ഇടുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 സ്പൂൺ നമ്മളെ സാധാ മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴന്നു വരുന്ന സമയത്ത് ആ മസാലയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉപ്പിട്ട് ഉണക്കിയിട്ടുള്ള പുളിച്ചിക്കയാണ്, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ള നമ്മളെ പുളിഞ്ചിക്കല്ലേ, ഇരുമ്പപ്പുളി, അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അരപ്പെല്ലാം പുളിഞ്ചിക്കയിലും പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കാം. ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ള പുളിഞ്ചിക്കല്ലേ, അപ്പോൾ അത് വെള്ളത്തിൽ കിടന്നൊന്ന് വെന്ത് പുളിഞ്ചിക്കൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ അതാ വെള്ളമൊക്കെ പറ്റി പുളിഞ്ചിക്ക നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി അല്ലെങ്കിൽ ഞാൻ 1 സ്പൂണിൻ്റെ അടുത്ത് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ പുളിഞ്ചിക്ക ഉണക്കിയിട്ട് അച്ചാറിടുന്ന സമയത്ത് നമുക്ക് കേടുകൂടാതെ ഒത്തിരി നാൾ ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ സാധാ പുളിഞ്ചിക്ക അച്ചാറിടുന്നതിന് വെച്ച് നോക്കുമ്പോൾ ഇത് വേറൊരു ടേസ്റ്റും കൂടിയാണിത്. നല്ലൊരു അച്ചാർ റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇപ്പോൾ പുളിഞ്ചിക്ക സീസണൊക്കെ അല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണിത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.